എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പിണ്ടി കൊണ്ടൊരു സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വാഴപ്പിണ്ടി ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സൂപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പ്രഷർ കുക്കർ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒരുപാട് എരിവാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയാണ് ചേർക്കുന്നത്. ഞാൻ ചെറിയൊരു കഷ്ണം വാഴപ്പിണ്ടി ഇതുപോലെ ചെറിയ ക്യൂബുകളാക്കി മുറിച്ച് നാരൊക്കെ കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ്. നമ്മൾ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പുവെള്ളത്തിലിട്ട് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. വെള്ളം നിങ്ങളുടെ വാഴപ്പിണ്ടിയുടെ അളവനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഹാൻഡ് ബ്ലെൻഡർ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം വാഴപ്പിണ്ടി മാത്രം എടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഇതുപോലെ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ നമുക്ക് അരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ട് ആ വാഴപ്പിണ്ടി മാത്രം എടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വാഴപ്പിണ്ടിയിൽ ഒരുപാട് നാരുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പ് കുടിക്കുമ്പോൾ നാരിടയ്ക്ക് കിട്ടിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളതിൻ്റെ സത്ത് മൊത്തം നമ്മൾ അരിപ്പയിലൂടെ ഊറ്റി എടുത്തിട്ടാണ്. നമ്മളൊരു അരിപ്പ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്കിങ്ങനെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. കുറുക്കുമ്പോൾ നമ്മളൊരു സൂപ്പ് കുടിക്കുന്നൊരു ഫീൽ കിട്ടും. അപ്പോൾ കുറുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ ഇഷ്ടമുള്ള പൊടികൾ 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കാം. നമ്മളിവിടെ കുറച്ച് കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് കുറച്ചൊരു കട്ടി വരും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ക്രഷ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ചേർത്ത പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളതായിരുന്നു. അതുകൊണ്ട് വീണ്ടും കുരുമുളക് ചേർക്കുന്നില്ല. നന്നായിട്ട് തിളച്ച് എടുക്കാം. ഒരുപാടങ്ങ് കുറുക്കിയല്ല ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്